ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ സർക്കാരിന് തിരിച്ചടി. സർക്കാർ ഉത്തരവുകൾ ഹൈക്കോടതി റദ്ദാക്കി. ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഹർജിയിലാണ് നടപടി. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ സർക്കാരിന്റെ പുതിയ നിർദ്ദേശം അത് നേരത്തെ തന്നെ നടപ്പാക്കിയതാണല്ലോ വിഷ്ണു. അപ്പോൾ ഈ കോടതി വിധി ഇനി എങ്ങനെയായിരിക്കും ഇതിനെയൊക്കെ ബാധിക്കുക വിഷ്ണു? ഉന്മേഷ, കഴിഞ്ഞ വർഷം മെയ് 2-ാം തീയതി മുതലാണ് പുതിയ പരിഷ്കരണങ്ങളൊക്കെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പിലാക്കിയത്. വലിയ എതിർപ്പ് ഉണ്ടായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് നടത്തുന്ന അല്ലെങ്കിൽ അത്തരം സ്കൂളുകളൊക്കെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. അവർ മാർച്ച് അടക്കമുള്ള വിഷയങ്ങൾ നടത്തുകയും പിന്നീട് അവർ നിയമപരമായ വിഷയത്തെ നേരിടുകയും ചെയ്തിരുന്നു. പ്രധാനമായി നടത്തിയ പരിഷ്കാരങ്ങൾ ഇങ്ങനെയാണ്. പ്രതിദിനം 30 ലൈസൻസ് പരീക്ഷകൾ മാത്രമായി ചുരുക്കി. ഒപ്പം പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്ക് ഉണ്ടാക്കി. പുതിയ ടെസ്റ്റ് 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരിഷ്കരണത്തിന്റെ ഭാഗമായി നടപ്പാക്കാൻ ശ്രമിച്ചത്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് വരുന്ന ആളുകളൊക്കെ മടങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ ഈ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ പരിഷ്കാരങ്ങളൊക്കെ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ മന്ത്രിയും അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായൊക്കെ ഈ സ്കൂളുകൾ ചർച്ച നടത്തിയതാണ്. പക്ഷേ ആ ചർച്ചയൊന്നും ഫലം കണ്ടില്ല. സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഹർജി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഈ ഉത്തരവുകളൊക്കെ സർക്കുലറുകളൊക്കെ റദ്ദ് ചെയ്യണം എന്നാണ് നിലവിൽ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഉത്തരവ്. സിംഗിൾ ബെഞ്ചിൻ്റെതാണ്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് സ്കൂളുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ്. അവർ വലിയ പ്രതിസന്ധികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ടു. വലിയ പ്രതിഷേധങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏറ്റവും ഒടുവിൽ അവർക്ക് ഒരു നിയമത്തിന്റെ പിൻബലത്തിൽ അവർക്ക് ആശ്വാസകരമായ ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് നിലവിൽ വന്നിരിക്കുന്നത്. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ. വിഷ്ണു, ഇനി ഇക്കാര്യത്തിൽ സർക്കാർ ഇനി എന്തെങ്കിലും നടപടിക്ക് മുതിരുമോ? കാരണം ഇത് നിലവിൽ നടപ്പാക്കി വന്ന ഒരു കാര്യം കൂടിയാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി വീണ്ടും സർക്കാർ ഒരു നിയമ പോരാട്ടത്തിന് ഒരുങ്ങുമോ വിഷ്ണു? സർക്കാർ നിയമ പോരാട്ടത്തിന് പോകും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റു സാഹചര്യങ്ങളൊന്നുമില്ല. അതായത് ഞങ്ങൾ ഇതുവരെ 1 വർഷത്തോളം ആകുന്നു ഈ പരിഷ്കാരം നടപ്പാക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഇനി തുടർന്ന് ഈ പാറ്റേണിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യം സർക്കാർ ഒരുപക്ഷെ കോടതി ഡിവിഷൻ ബെഞ്ചിനെ അറിയിക്കും. അപ്പീലുമായി മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഈ വിഷയത്തിൽ സർക്കാരിന് ചെയ്യാനാകില്ല. ഇപ്പോൾ ഈ വരും ദിവസങ്ങളിലെ ഡ്രൈവിംഗ് പരിഷ്കരണം എങ്ങനെയായിരിക്കും എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉത്തരവ് റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ പഴയ രീതിയിലേക്കൊക്കെ പോകണമോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ഉത്തരവിന്റെ പകർപ്പ് പുറത്തിറങ്ങിയാൽ മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ പറഞ്ഞിരിക്കുന്നത് സർക്കാർ നടത്തിയ പരിഷ്കരണങ്ങൾ അതൊക്കെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഉന്മേഷ്. ശരി, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്.